ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മഴ തോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രോഹിത് വളരെ മോശമായി പെരുമാറിയത് കൊണ്ട് തന്നെ അലീന വലിയ സങ്കടത്തിൽ നിന്ന് കരയുക. രോഹിത്തിനാണെങ്കിൽ നല്ല ദേഷ്യവും. അവളെ ഞാൻ ഏതൊക്കെ രീതിയിൽ വളയ്ക്കാൻ നോക്കിയിട്ടും അവൾ വളയുന്നില്ലല്ലോ. ആ ഒരു സങ്കടത്തിൽ രോഹിത്താണെങ്കിലും അവിടെ കിടന്ന സാധനമൊക്കെ അങ്ങ് എറിഞ്ഞുടച്ച് അവൻ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാ. വെളിയിലേക്ക് അവൻ പോയത് കണ്ടതും നമ്മുടെ അലീനയ്ക്ക് വലിയ സങ്കടമായി. അലീന അങ്ങനെ നിൽക്കുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പെങ്ങൾ, അതായത് നമ്മുടെ കൃഷ്ണക്കുട്ടിയും അവളുടെ ചേച്ചി പെണ്ണും കൂടി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ വരുന്ന കാഴ്ചയോ. വരുന്ന പാടെ തന്നെ കൃഷ്ണയാണെങ്കിൽ ആ ബാഗൊക്കെ എടുത്ത് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ആ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് വന്ന് അവസാനിക്കുന്നത് നമ്മുടെ അലീനയുടെ മുന്നിലാട്ടോ. അലീനയെ ആള് കണ്ട പാടെ തന്നെ ഭയങ്കര നാണത്തിൽ നിന്നു. അലീനയാണെങ്കിൽ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി, കൊള്ളാലോ മോളെ, ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചി എനിക്ക് ചൂടായിട്ട് ഒരു കപ്പ് കോഫി കിട്ടുമോ എന്ന് ചോദിക്കുക. പിന്നെ അതിനെന്താ, അത് തരുന്നതിന് ഒരു പ്രയാസം ഇല്ലല്ലോ. കഴിക്കാൻ എന്താ ചേച്ചി ഉള്ളതെന്ന് കൃഷ്ണമോള് ചോദിച്ചതും പഴംപൊരി ഉണ്ടല്ലോ, അന്നാ ആയിക്കോട്ടെ, വേഗം തന്നെ അതൊക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. അപ്പം അലീന കിച്ചണിലേക്ക് പോയി ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തും അങ്ങോട്ടേക്ക് നമ്മുടെ ദീപകല്ല, രോഹിത് തിരിച്ചു വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി കാപ്പി കുടിക്കാനിരിക്കുക. രോഹിത്തിനോട് അലീന ചോദിച്ചു, അതെ നിനക്കെന്താ വേണ്ടത്? എനിക്ക് ഒരു കാപ്പി, അതുപോലെ തന്നെ എനിക്കൊരു ഡബിൾ ബുൾസയും കൂടെ വേണം. അതിനെന്താ, തരാമല്ലോ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോവാ അലീന. ഈ സമയമാണ് നമ്മുടെ വൈജയന്തി ജോലിയും കഴിഞ്ഞ് മടങ്ങി വരുന്നത്. അപ്പോഴാ പുള്ളിക്കാരിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അലീനയാണെങ്കിൽ മേഡം വന്നല്ലോ, മേഡത്തിനുള്ള ചായ കൂടി എടുക്കാമെന്ന് പറഞ്ഞ് അവൾ അതുകൂടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന പാടെ തന്നെ സ്കൂൾ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. എടി കൃഷ്ണേ, നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ച് കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലുക നമ്മുടെ വൈജയന്തി. എൻ്റെ ദൈവമേ ചേച്ചി, അമ്മ വരുന്നുണ്ട്, ഇനി ഇതിപ്പോൾ പ്രശ്നമാകുമല്ലോ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യടി ചേച്ചി, എൻ്റെ ബാഗ് കൂടി കൊണ്ടുപോയി ഒന്ന് റൂമിലേക്ക് വെക്കെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവളുടെ ചേച്ചിയാണെങ്കിൽ ആ ബാഗ് കൂടി എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവുക. പിന്നീടാണെങ്കിൽ ചായയും പലഹാരവും ഒക്കെ ആയിട്ട് നമ്മുടെ അലീന അവിടെ എത്തി. ആ സമയം തന്നെ ശരിക്കും നമ്മുടെ രോഹിത് ഉണ്ടല്ലോ, അവൻ ആ ഓംപ്ലേറ്റ് എടുത്തിട്ട് ഉപ്പുമില്ല പുളിയില്ല എന്ത് സാധനം ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അതെടുത്തങ്ങ് വലിച്ചെറിഞ്ഞതും നമ്മുടെ വൈജയന്തിക്ക് നല്ല ദേഷ്യം വരിക. വൈജയന്തി അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട്, എന്താടാ നീ കാണിച്ചത്? ഒരു പ്ലേറ്റ് പൊട്ടിക്കുവോ? എന്താ ഇത്? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഭക്ഷണം കഴിക്കണ്ട, അല്ലാതെ അത് എറിഞ്ഞു പൊട്ടിക്കുവാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് നമ്മുടെ വൈജയന്തി രോഹിത്തിനെ തല്ലാൻ വേണ്ടി കൈയോങ്ങുക. അതെ, എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഈ സമയമാണെങ്കിൽ അലീനയ്ക്ക് കാര്യങ്ങളുടെ ഗതി ഏകദേശം പിടികിട്ടി. അലീനയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരിക. വന്നിട്ട് അവൾ ആ തറയിൽ കിടന്ന ഓംപ്ലേറ്റിൻ്റെ ഒരു പീസ് എടുത്ത് അവൾ കഴിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, മാഡം ഇത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്, ഉപ്പൊന്നും കൂടിപ്പോയിട്ടില്ല, അവൻ വെറുതെ പറഞ്ഞതാ. എടി, നിലത്ത് കിടക്കുന്ന സാധനമൊന്നും ഞങ്ങൾക്കാർക്ക് തിന്നാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു ആ വൈജയന്തി ആണെങ്കിൽ നമ്മുടെ അലീനയെ വഴക്ക് പറയുക. അവളാണെങ്കിൽ ഒരു ചൂലെടുത്തോണ്ട് വന്നിട്ട് അവിടെ ഫുള്ളും ക്ലീൻ ചെയ്ത് പാവ ചേച്ചി. ആ ചേച്ചിയോട് എന്തിനാ ഈ ചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണമോള് വൈജയന്തിയുടെ അടുത്ത് വന്ന് പറഞ്ഞതും നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവളെ ചേച്ചിയെന്ന് വിളിക്കരുതെന്ന്. എടി, അവള് നമ്മുടെ വീട്ടിലെ വേലക്കാരിയാണല്ലോ, അങ്ങനെയുള്ള വേലക്കാരിയെ പേരാ വിളിക്കേണ്ടത്, അല്ലാതെ ചേച്ചിയെന്നൊന്നും അല്ല. പിന്നെ ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? അമ്മേ, എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെക്കാട്ടിലും മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ആ ചേച്ചിയെ ചേച്ചിയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ടീച്ചറിൻ്റെ അടുത്ത് ചെന്നിട്ട് ടീച്ചറിനോട് പറയാം, എൻ്റെ അമ്മ പറഞ്ഞു മുതിർന്ന ആൾക്കാരെ ഒന്നും ബഹുമാനിക്കരുതെന്ന്. ഇവളോട് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വൈജയന്തി നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവുക. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസ് അമ്മയുടെ വീട്ടിലാട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി ഗ്രേസ് അമ്മയുടെ അടുത്ത് ചെന്നിട്ട്, അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുമല്ലോ. നീ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. എന്തായാലും എനിക്ക് ദേഷ്യം വരുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുമെന്ന്.
ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ രേവതിക്കുട്ടിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അവളാണെങ്കിൽ ഗ്രേസമ്മയോട് പറഞ്ഞു, അതെ ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഒരു റൂം അതിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു. എന്താ നിനക്കിപ്പോൾ പ്രശ്നം? ആ റൂം നിനക്ക് തുറക്കണമെന്നുണ്ടോ? ഏയ് തുറക്കണമെന്നൊന്നും അല്ല, അതാരുടെ റൂമാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അതോ, അതെൻ്റെ മോൻ ഉപയോഗിച്ച റൂമാണെന്ന് പറഞ്ഞ് പണ്ടത്തെ ഒരു കഥ നമ്മുടെ ഗ്രേസമ്മ പറയുക. ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും മകൻ, ആ മകൻ്റെ മരണശേഷമാണ് ഗ്രേസമ്മയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും ഒറ്റപ്പെട്ട് നിൽക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മ കുറച്ച് കാലത്തോളം ആശുപത്രി കഴിയുകയും അവിടെ നിന്നും മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് തിരിച്ചു വരികയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ രേവതിക്കുട്ടിക്ക് നല്ല വിഷമമായിട്ടോ. ആ കുഞ്ഞാണെങ്കിലോ നമ്മുടെ ഗ്രേസമ്മയുടെ തോളിലിങ്ങനെ പതി ഇങ്ങനെ ചാഞ്ഞു. ഒരു മകള് ഒരമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവളിങ്ങനെ ചാഞ്ഞിരിക്കുക. അങ്ങനെ അവിടെ ആ ഒരു സീനങ്ങ് അവസാനിക്കുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയതും നമ്മുടെ അലീന മുറ്റമൊക്കെ അടിച്ച് വാരിക്കൊണ്ടിരിക്കുക. അപ്പം ഈ സമയമാണെങ്കിൽ പത്രം വന്നത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈജയന്തി വരിക. പുള്ളിക്കാരി വന്ന് ആ പത്രമൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിനക്ക് ഇച്ചിരി നേരത്തെയൊക്കെ എഴുന്നേറ്റ് ഈ മുറ്റമൊക്കെ ഒന്ന് തൂത്തുകൂടെ? ആ കുഞ്ഞുമോൾ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ അവൾ നല്ല ഡീസൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അലീനയാണെങ്കിലോ, അത് ശരിയാ, കുഞ്ഞുമോള് ചേച്ചി ചെയ്യുന്നത് പോലെ അങ്ങനെ ഞാൻ പണിയെടുത്താൽ മതിയോ? എന്നാ ശരി മാഡം, നാളെ മുതൽ ഞാൻ അതുപോലെ ചെയ്തോളാം. എടി നിന്നോട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് വൈജയന്തി അങ്ങനെ നിൽക്കുന്ന സമയം നമ്മുടെ അലീന പറഞ്ഞു, അപ്പം മാഡത്തിനറിയാം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ് അങ്ങോട്ടേക്ക് ഒരു ഭിക്ഷക്കാരനെ പോലെയുള്ള ഒരു അപ്പച്ചൻ വരുന്നത്. പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ വൈ പറയുന്നുണ്ട്, അതെ എന്താ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കെന്ന് പറഞ്ഞ് അയാളെ ആട്ടി ഓടിക്കുക. ചായ കുടിക്കാനല്ലേ മോളെ, ഒരു 10 രൂപ താന്ന് പറഞ്ഞ് നമ്മുടെ വൈജയന്തിയുടെ മുന്നിൽ പുള്ളിക്കാരൻ കൈ നീട്ടുക. ഈ സമയമാണെങ്കിൽ ലാസറേട്ട, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ പൈസ ചോദിക്കരുതെന്ന്. നിങ്ങൾ കൊണ്ടുവന്ന് തന്ന വല്ലതും എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താ കണ്ണി ചോരയില്ലാത്തൊരു പെണ്ണുമ്പിള്ളയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അയാൾ അവിടെ അങ്ങനെ നിൽക്കുക. ഈ അപ്പച്ചനെ കണ്ടിട്ട് നമ്മുടെ അലീന കൊച്ചിൻ്റെ മനസ്സങ്ങ് അലീന ചോദിക്കുന്നുണ്ട്, എന്താ അപ്പച്ചന് വേണ്ടത്? മോളെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ മോളെ, ഒരു 10 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇതിലും വലിയ സ്വത്തുക്കളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഈ ലാസർ. എന്നിട്ട് എല്ലാം തൊലച്ചു, ഈ കാണുന്നതൊക്കെ എൻ്റെതാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അലീനയ്ക്കാണെങ്കിൽ പാവം തോന്നി, ഒരു 10 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, തൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട്, അതിക്കൂട്ടെടുത്ത് സഹായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ ആ കാശ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. പിന്നീട് പൈസ എടുത്ത് മടങ്ങി വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ കൃഷ്ണയുടെ ചേച്ചി പെണ്ണ് മേളിൽ നിന്ന് കാണുന്നുണ്ട്. കൊള്ളാലോ, അമ്മ ആട്ടിവിട്ട ലാസറിന് കാശ് കൊടുക്കുകയാണല്ലോ ഇവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ തക്കം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ ഈ വാർത്ത ചൂടോടുകൂടി തന്നെ നമ്മുടെ വൈജയെ അറിയിക്കുക. അപ്പൊ പുള്ളിക്കാരിയും ബാലചന്ദ്രനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിൽ അലീന വന്നപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഈ കൊച്ചിനെ കൊല്ലുമല്ലോ ഇവള് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതെ ഞാൻ ഓടിച്ചു വിട്ട ലാസറിന് കാശ് കൊടുക്കാൻ നിന്നോട് ആരോടി പറഞ്ഞെന്ന് ചോദിച്ച് വൈജയന്തിയാണെങ്കിലോ നമ്മുടെ അലീനയെ നിർത്തി പൊരിക്കുക. കൊള്ളാം, എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. അമ്മ ഇങ്ങനെ ചൂടാകുന്ന സമയത്ത് അവൾ നിന്ന് ഉരുകുന്നത് കാണാൻ നല്ല രസമാണെന്നൊക്കെ നമ്മുടെ ആ ചേച്ചി പെണ്ണ് നിന്നിങ്ങനെ ആലോചിക്കുക. അപ്പോഴത്തേക്കിനും വൈജയന്തി പറഞ്ഞു, നിന്നെ എങ്ങനെ ഇവിടെ പൊറപ്പിക്കണമെന്ന് ഞാൻ ആലോചിക്കാടി. ഞാനൊരു അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു കൊച്ചമ്മയാണെന്ന് അയാൾ വിചാരിക്കില്ലേ? ഇവളാണെങ്കിലോ ദാനശീലയായിട്ടുള്ള ഒരു വേലക്കാരി. എന്തായാലും കൊള്ളാം, നീ ഇപ്പം ഈ കാണിച്ചത് മോശമായി പോയി അലീനെ. നിന്റെ മുതലാളിയായിട്ടുള്ള വൈജയന്തി പറഞ്ഞതല്ലേ അയാൾക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല, പൈസയൊന്നും ഇവിടെ ഇരിക്കുന്നില്ല എന്ന്. അങ്ങനെ ഇവള് പറഞ്ഞു വിട്ട ഒരാൾക്ക് നീ പൈസ എടുത്തു കൊടുക്കേണ്ടെന്ന് ആവശ്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ അലീനയുടെ മനസ്സങ്ങ് അലീനയ്ക്ക് വലിയ വിഷമമായി. അലീന ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്യാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ അലീനയ്ക്ക് മുന്നിൽ ജയിച്ചു നിൽക്കുന്ന വൈജയന്തിയെ കൂടി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ
വിശേഷം അവസാനിക്കുന്നത്. വൈകുന്നേരം ഇതിൻ്റെ പ്രൊമോ വിശേഷം ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്